വെൽക്കം ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അശ്വതി നായർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 CBSEയുടെ സർക്കിൾസ് എന്ന് പറയുന്ന മാത്സിലെ ചാപ്റ്റർ ആണ്. 10th ചാപ്റ്റർ ആണത്. അപ്പോൾ അതിലെ 10.2 എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള മറ്റ് വീഡിയോസിൽ നമ്മൾ ഈ എക്സസൈസുകളിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാനൊക്കെ എളുപ്പത്തിലാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4th ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് ഇതാണ്: Prove that the tangents drawn at the ends of a diameter of a circle are parallel. നമ്മുടെ സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് വരച്ചു നോക്കാം. തന്നിട്ടുള്ള ഫിഗർ അല്ലെങ്കിൽ എന്ത് ഫിഗറാണ് പറഞ്ഞിട്ടുള്ളത്? സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. റേഡിയസിൻ്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിൽ നമ്മൾ രണ്ട് ടാൻജൻസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ രണ്ട് ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ ഇവർ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എപ്പോഴും നമുക്കൊരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഫിഗറിൽ ഓരോ പോയിന്റ്സിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിലൊക്കെ നമ്മൾ വേരിയബിൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എ എന്നും ഇവിടെ ബി എന്നും കൊടുത്തു. ഓക്കെ, ഈ ടാൻജൻസിന് നമുക്കൊരു പേര് കൊടുക്കാം. ഈ ടാൻജൻറ്റിനെ നമുക്ക് PQ എന്നും ഈ ടാൻജൻറ്റിനെ നമുക്ക് XY എന്നും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താ? എല്ലാ വീഡിയോസിലും നമ്മൾ റിപ്പീറ്റായി പറയുന്നതാണ്, ഒരു സർക്കിളിൻ്റെ റേഡിയസും സർക്കിളിൻ്റെ ടാൻജൻറ്റും ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പാരലൽ ലൈൻസ് പഠിച്ചപ്പോൾ ലാസ്റ്റ് ഇയറോ ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അറിയില്ലാത്തവർക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യൂ. സെയിം പേര് കൊടുക്കേണ്ട, നമുക്ക് വേറെ രണ്ട് പേര് കൊടുക്കാം. MN അതേപോലെ തന്നെ RS, ഇങ്ങനെ രണ്ട് പേര് കൊടുത്തു. ഈ MN ഉം RS ഉം രണ്ട് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ തമ്മിൽ എവിടെയും ടച്ച് ചെയ്യില്ല. ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ ട്രെയിനിൻ്റെ പാളമൊക്കെ എക്സാമ്പിൾ പറയും അല്ലേ? അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ലൈനിനെ ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ലൈൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സൽ എന്നൊക്കെ പറയും. ട്രാൻസ്വേഴ്സ് ലൈൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സൽ എന്നൊക്കെ പറയും. ഈ ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഇവരെ നമ്മൾ പറയുക കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. അതേപോലെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഈ രണ്ട് ആംഗിൾസും ഇവർ ഈ പാരലൽ ലൈനിൻ്റെ അകത്താണ് വന്നിട്ടുള്ളത്. സോ ഇവർ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. എന്താണ് പ്രത്യേകത? ഒരേ സൈഡിലല്ല, ഇങ്ങനെ ഓൾട്ടർനേറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇവരെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫിഗറിൽ ഇപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസ് എടുക്കുകയാണ്. ആംഗിൾ 1, 2, 3, 4. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവാനാണ്. ഇപ്പോൾ ഞാൻ YBO എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എക്സാമിന് നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ ഇങ്ങനെ 3 വേരിയബിൾ വെച്ച് എഴുതുന്നതാണ് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസിഡറിങ് angle QAO is equal to ഈ QAO, അതായത് ആംഗിൾ 2. മനസ്സിലാവാൻ ഞാനിവിടെ ഏത് ആംഗിളാണെന്ന് മെൻഷൻ ചെയ്യണം. ആംഗിൾ 2 എന്ന് പറയുന്നത് ഈ ആംഗിൾ 3ക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ആംഗിൾ OBX, അതായത് ആംഗിൾ 3. രണ്ടുപേരും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതിന് റീസൺ എന്താ? ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് തന്നെയാണല്ലോ. അപ്പോൾ ഈ റേഡിയസും ടാൻജൻറ്റും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് എല്ലാ ആംഗിളും 90 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ്, ഇപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് പറഞ്ഞത്. ഇനി ഈ രണ്ട് ആംഗിൾസ് നോക്കിയാലും അവരും 90 ഡിഗ്രിയാണ്. സോ അവരും ഈക്വൽ ആണ്. അതായത് ആംഗിൾ PAO ഈസ് ഈക്വൽ ടു ആംഗിൾ XBO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ആംഗിൾ 1ഉം ആംഗിൾ 4ഉം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്
ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യും. നമ്മൾ തിരിച്ചു പ്രൂവ് ചെയ്യാണ്. നോർമലി രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. 90 ആണെന്ന് പറയുന്നില്ല, ഈക്വൽ ആയിരിക്കും. ഇവിടെ അത് 90 ആണെന്നേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിൻസ് alternate interior angles, ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. alternate interior angles എന്നാണ് ഇതിനെ പറയാം. alternate interior angles are equal. We can prove that. എന്ത് പറയാൻ പറ്റും? ഈ PQ is parallel to XY. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ two tangents drawn at the two ends of a diameter are parallel എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് പാരലൽ ലൈനിൻ്റെ ചെറിയൊരു കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ അത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആംഗിൾസിൻ്റെ പേര് മറക്കേണ്ട, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.